നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPM ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ. മോദിയുടെ ഒരു ഗ്യാരണ്ടിയും ഇതുവരെ നടപ്പിലായില്ലെന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നവരുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും രമേഷ് കുമാർ പറഞ്ഞു. മാളയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ 2ാം നിലയിൽ നിന്നും താഴെ വീണ് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യം ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. വിവിധയിടങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മോദിയുടെ ഒരു ഗ്യാരണ്ടിയും ഇതുവരെ നടപ്പിലായില്ലെന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നവരുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ പറഞ്ഞു. ഫെബ്രുവരി 16, 17 തീയതികളിൽ മാളയിൽ നടക്കുന്ന കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എല്ലാം തന്നെ തീരാത്ത കളങ്കമാണ് ഈ ഗവൺമെൻറ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ശ്രീരാമൻ്റെ ക്ഷേത്രം പണിതതിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒക്കെ അവധി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും അവരെടുക്കുന്നത് ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ആ മതേതര രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഒരു മതത്തിൻ്റെ ആളായി അതിൻ്റെ പ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. ഇത് ഇപ്പോൾ മാത്രമല്ല, നമ്മൾ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന സമ്മേളനം കണ്ടതാണ്. ആ ഉദ്ഘാടന സമ്മേളനത്തിലും ഒരു മതത്തിൻ്റെ ആളുകളെ കൊണ്ടുവന്ന്, ഹിന്ദു മതത്തിൻ്റെ ആചാര്യന്മാരെ കൊണ്ടുവന്ന്, തുണി പോലും എടുക്കാത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് അവിടെ. CPI മാള മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M സ്വർണലത, പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ, ജില്ലാ സെക്രട്ടറി KS ജയ, മണ്ഡലം സെക്രട്ടറി ഇന്ദിരാ ദിവാകരൻ എന്നിവർ സംസാരിച്ചു. MR അപ്പുക്കുട്ടൻ ചെയർമാൻ, KV വസന്തകുമാർ കൺവീനർ, ഇന്ദിരാ ദിവാകരൻ ട്രഷറർ എന്നിവർ ഉൾപ്പെടെ 101 അംഗ ജനറൽ കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ 2ാം നിലയിൽ നിന്നും താഴെ വീണ് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. മാളാക്കുളത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനില വീടിന്റെ മുകളിൽ തട്ടടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ന് രാവിലെ 10:30ഓടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ സ്വദേശികളായ ജയൻ, നെൽസൺ, കൊൽക്കത്ത സ്വദേശിയായ അൻസാർ അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പതാക ഉയർത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജയ ബിജു, സെക്രട്ടറി KJ രാജു, അസിസ്റ്റന്റ് സെക്രട്ടറി PS ജലീൽ, ജീവനക്കാരായ ഷീജ, ലോല, അഖിൽ എന്നിവർ പങ്കെടുത്തു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂൾ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. SN മിഷൻ ജോയിന്റ് സെക്രട്ടറി TG ശശീന്ദ്രൻ പതാക ഉയർത്തി. ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കാൻ ഉതകുന്നതാകട്ടെ ഈ ആഘോഷമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ ഷൈനി KG റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. അഡ്മിഷൻ ഹെഡ് ഭാഗ്യ P മേനോൻ, അക്കാദമിക് ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ് ലിനി, PR സുമം എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി A രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 32ാം സംസ്ഥാന സമ്മേളനം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 32ാം സംസ്ഥാന സമ്മേളനം 2024 മെയ് മാസത്തിൽ കൊല്ലത്ത് വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായി നമ്മുടെ സുധാകരൻ സാർ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ 1249 ഈ മാതിരിയുള്ള യൂണിറ്റുകൾ കേരള സ്റ്റേറ്റിലുണ്ട് നമ്മുടെ സംഘടനയ്ക്ക്. അതിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവലോകനം ചെയ്ത് അംഗങ്ങൾക്ക് കൊടുത്ത് ഇതുമാതിരിയുള്ള പൊതുയോഗങ്ങൾ വിളിച്ച് യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷനായി. AV ഗിരിജ, MA രാജേന്ദ്രൻ, TD ഫ്രാൻസിസ്, VN പീതാംബരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന്
യു ചന്ദ്രശേഖരൻ വരണാധികാരിയായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയപ്പ് സമ്മേളനം നടന്നു. വിട എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. 6 പേര് വിവിധ മേഖലയിൽ, ഇപ്പോൾ നമ്മുടെ ഡോക്ടർ മനോജ് സാർ എന്നൊക്കെ പറയുമ്പോൾ വിവിധ മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ച ആളുകളാണ്. അപ്പോൾ അത്തരത്തിലേക്ക് വളരെ നല്ല രീതിയിൽ അധ്യാപകരും കുട്ടികളും പോകുന്നുണ്ട്. പക്ഷെ ഒന്ന് നമ്മൾ ആലോചിച്ചാൽ സാംസ്കാരികവും സാമൂഹികപരമായിട്ട് അകൽച്ചയുള്ള സാഹചര്യവും ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. നമ്മൾ കേരളത്തിലേക്കാണുള്ള ഊന്നൽ, അതും അധ്യാപകർ ശ്രദ്ധിച്ചു പോകേണ്ട സാഹചര്യം. കാരണം പകൽ മുഴുവനും കുട്ടികൾ അധ്യാപകരുടെ ഒപ്പം ഉണ്ടാവും. അവരുടെ മുഖവും അവരുടെ ചലനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും കൃത്യമായിട്ടൊരു ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് അധ്യാപകർക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഒരു അമ്മ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ പല രീതിയിൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഏതൊക്കെ മേഖലയിലാണ് കുട്ടികൾ വഴിതിരിക്കുക എന്നുള്ളതാണ് സാഹചര്യം ഇന്നുണ്ട്. അതേ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ അവരെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലീസ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മീറ്റിങ്ങിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സ്കൂൾ ഹെഡ് മിസ്ട്രസ് PP ദീദി, അധ്യാപികമാരായ KP രാജി, KB ബിന്ദു, MS ബിന്ദു, ഹയർ സെക്കൻഡറി അധ്യാപകരായ ഡോക്ടർ K മനോജ്, AP ഗീത എന്നിവർക്കായി സ്കൂൾ അങ്കണത്തിലെ പ്രൗഢഗംഭീര സദസ്സിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷനായി. കരിങ്ങാലി സംഗീത സംവിധായകൻ ഷൈജു അവറാൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ PB ലോലിത പ്രേംകുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സ്റ്റാഫ്, PTA, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. പ്രിൻസിപ്പൽ EK ശ്രീജിത്ത്, റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് ഭാഗ്യം, മാതൃസംഗമം പ്രസിഡന്റ് ജിഷ, സ്റ്റാഫ് പ്രതിനിധികളായ ജിജോ, മണി, സോയ, TB അബ്ദുൽ ലത്തീഫ്, AP ലിജി, ഓഫീസ് സ്റ്റാഫ് പ്രതിനിധി സജിനാർ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ ബിജു നാരായണൻകുട്ടി ശാന്തി കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി അഖിലേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടത്തുക. ക്ഷേത്രം രക്ഷാധികാരി ബൈജു ചന്ദ്രൻ, പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി TM രാധാകൃഷ്ണൻ, ട്രഷറർ മുരളി തറയിൽ, PRO KR സത്യൻ, ശിവൻ തറയിൽ, TS പ്രദീപ്, ലതാ പ്രദീപ്, ഷീജ ശിവൻ, രാജി ശ്രീധരൻ, സജിനി ആനന്ദൻ, നൈന കൊച്ചുതാമി എന്നിവർ നേതൃത്വം നൽകി. 28-ന് രാവിലെ കാവടി ആഘോഷം, തുടർന്ന് അന്നദാനം, ചിന്തുപാട്ട്, ഭസ്മക്കാവടി, 29-ന് പള്ളിവേട്ട മഹോത്സവം, ശീവേലി, വൈകിട്ട് എഴുന്നള്ളിപ്പ്, പകൽപൂരം, ചൊവ്വാഴ്ച ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPM ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ. മോദിയുടെ ഒരു ഗ്യാരണ്ടിയും ഇതുവരെ നടപ്പിലായില്ലെന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നവരുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും രമേഷ് കുമാർ പറഞ്ഞു. മാളയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ 2ാം നിലയിൽ നിന്നും താഴെ വീണ് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യം ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. വിവിധയിടങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.